ഇന്നലെ ഫാമിൽ നിന്ന് റെഡ് ലേഡി പപ്പായ പറിച്ചിരുന്നു. അപ്പൊ ബിഎംഒ ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ അത് മുറിച്ചു കൊടുക്കുന്ന പറഞ്ഞ് ഉമ്മയും വൈഫും കൂടെ മുറിച്ചു കൊടുത്തു. അപ്പൊ മുറിച്ചപ്പോ അതിൽ വിത്ത് കണ്ടു. ഞാൻ ഇവിടെ സ്ഥലത്തില്ലായിരുന്നു മുറിച്ച സമയത്ത്. അപ്പൊ വൈഫ് എന്നെ വിളിച്ചു പറഞ്ഞാൽ വിത്ത് ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു പീസ് അവിടെ മാറ്റി വെക്കാൻ പറഞ്ഞു. ആ പീസാട്ടത്. ഇതിലിതാ വിത്ത് ഉണ്ട്. റെഡ് ലേഡി അങ്ങനെ വിത്ത് വരാറില്ല. അതാ അത്യാവശ്യത്തിന് വിത്തുകളുണ്ട്. അപ്പൊ നമുക്ക് ഈ വിത്തൊന്ന് എടുത്തു വെക്കണം. എന്തായാലും ഇത് മുളപ്പിച്ച് വെക്കണം. അധികം എണ്ണത്തിൽ നമുക്ക് വിത്തില്ല. അപ്പൊ ഈ വിത്തൊന്ന് നമുക്ക് ഒരു പേപ്പറിലോട്ട് മാറ്റി വെക്കുന്നുണ്ട്. കുറച്ച് അധികം വിത്ത് ഉണ്ട്. ഇതിന് നമുക്ക് എന്ത് ചെയ്യാം, ട്രേയിൽ വെച്ച് മുളപ്പിക്കണം. ആദ്യം ഒന്ന് നമ്മൾ ചാരത്തിൽ മുക്കിയിട്ട് ചെറുതായിട്ട് അടുപ്പിന്റെ അടുത്ത് വെച്ചൊന്ന് ഉണക്കിയെടുക്കണം. നമുക്ക് അടുപ്പിന്റെ അടുത്ത് വെച്ച് ഉണക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഉണക്കിയിട്ടൊന്ന് ട്രേയിൽ, വലിയ ട്രേ ഉണ്ട് നമുക്ക് പാവാനുള്ള, വിത്ത് പാവാനുള്ള. ആ ട്രേയിലൊന്ന് പാവി നോക്കാം. അത് മാറ്റി വെച്ചിട്ട് കേട്ടോ. എത്രയും വിത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നാലും ഒരു പീസ് ബിഎംഒ കഴിച്ചു. അപ്പൊ ബാക്കി പീസും കൂടെ ഇപ്പൊ കട്ട് ചെയ്തിട്ട് കഴിക്കാം. നമ്മൾ പീലർ ഉപയോഗിച്ചിട്ട് കുറച്ച് പഴുത്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കട്ടെ ആദ്യം. തൊലിയൊക്കെ കളഞ്ഞ് നല്ല ക്ലീൻ ചെയ്തിട്ടുണ്ട്. നല്ല പഴുത്തതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കളയാൻ. ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ ചെയ്തെടുത്തിട്ട് നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് പീസാക്കി എടുക്കാം. ഇങ്ങനെ പീസാക്കി എടുക്കാം. എല്ലാം പഴുത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ മുറിഞ്ഞിട്ടുണ്ട്. ഒക്കെ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. ഇനി ഇത് പ്ലേറ്റിലേക്ക് എടുത്തിടാം. നല്ല പഴുത്തത് കൊണ്ട് അത്യാവശ്യം അലുത്ത് പോകുന്നുണ്ട്. ഇങ്ങനെ തട്ടുന്ന സമയത്ത് അലുത്തുന്നുണ്ട്. അപ്പൊ അതാ ഇങ്ങനെ ഇട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത്, ഇതിലേക്ക് കുറച്ച് നമ്മളെ കുരുമുളക് പൊടി കുറച്ചിട്ട് കൊടുക്കുക. ബിഎംഒ നേരത്തെ കഴിച്ചത് വെറുതെ കഴിച്ചായിരുന്നു. അപ്പം ഇത് കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാകുന്നിട്ട് ഞാൻ ഇങ്ങനത്തെ രീതിയാക്കിയത്. കുറച്ച് കുരുമുളക് പൊടി ഇട്ടുണ്ട്. കുറച്ച് പൊടിയുപ്പ്, ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നല്ല രീതിയിൽ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പൊ ഞാൻ കുറച്ച് ഈർക്കലി എടുത്തിട്ടുണ്ട്. ബിഎംഒക്ക് ഒരു ഈർക്കലി കൊടുക്കട്ടെ. ഇത് വെച്ച് കുത്തിയെടുക്കുക കേട്ടോ. റെഡ് ലേഡി നല്ല മധുരം ഉള്ളതുകൊണ്ട് ഈ ഉപ്പും കുരുമുളക് പൊടി ഇട്ടപ്പം നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് എളുപ്പത്തിലൊക്കെ റെഡ് ലേഡി ഒക്കെ ഇതുപോലെ ചെയ്ത് കഴിക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ചോദിച്ചോ.